കോട്ടയം കുമാരനെല്ലൂരിൽ ഭാര്യയെ അതിക്രൂരമായി തല്ലിച്ചതച്ച ഭർത്താവ്. സംഭവത്തിന് പിന്നാലെ യുവതിയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. 39-കാരി രമ്യ മോഹനെയാണ് ഭർത്താവ് ജയൻ ശ്രീധരൻ തല്ലിച്ചതച്ചത്. കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജയൻ ശ്രീധരൻ ഒളിവിലാണ്. ഭാര്യയും മക്കളും സ്വത്ത് തട്ടിയെടുക്കും എന്നാരോപിച്ചാണ് ജയൻ മർദ്ദിച്ചതെന്ന് രമ്യ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് ഏറ്റവും ഒടുവിൽ ജയൻ ശ്രീധരൻ രമ്യയെ മർദ്ദിച്ചത്. കുമാരനെല്ലൂരിലെ വീട്ടിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ രമ്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മുഖത്തും ശരീരമാസകലവും ആഴത്തിലുള്ള മുറിവുകളാണുള്ളത്. ആക്രമണത്തിന് പിന്നാലെ രമ്യയുടെ കാഴ്ച മങ്ങി, കേൾവി കുറഞ്ഞു. 2 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷമാണ് യുവതിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞത്. ശനിയാഴ്ച മർദ്ദനമേറ്റ് അവശയായ രമ്യയെ കണ്ട മൂത്ത മകളാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് എത്തിയാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കോട്ടയം വെസ്റ്റ് പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു. 381, 296, 115 വകുപ്പുകൾ പ്രകാരമാണ് ഭർത്താവിനെതിരെ കേസെടുത്തത്. പോലീസ് എഫ്ഐആർ ഇട്ടതിന് പിന്നാലെ പ്രതി ജയൻ ശ്രീധരൻ ഒളിവിൽ പോയി. രമ്യയ്ക്ക് നേരെയുള്ള ജയന്റെ ആക്രമണം തുടങ്ങിയിട്ട് വർഷങ്ങളായി. മുൻപ് പലതവണ അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഏറെക്കാലം ഇരുവരും വിദേശത്തായിരുന്നു. ഖത്തറിലായിരുന്ന സമയത്തും സമാന രീതിയിൽ മർദ്ദിച്ചിരുന്നതായി രമ്യ പറയുന്നു. ഇവരുടെ 3 മക്കളെയും ഉപദ്രവിക്കുമായിരുന്നു. മുൻപ് രമ്യയുടെ പരാതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ ഇനി ഉപദ്രവം ആവർത്തിക്കില്ലെന്ന് ജയൻ പറഞ്ഞതോടെയാണ് അപ്പോഴെല്ലാം കേസ് ഒത്തുതീർപ്പായി പോയത്. നിലവിൽ തൃക്കൊടിത്താനത്തെ സ്വന്തം വീട്ടിലാണ് രമ്യ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.